കോവിഡ് സെന്ററിൽ തണലും ദാഹജലവും ഒരുക്കി ഡിവൈഎഫ്ഐ. മൂത്തുകുന്നം ഗവൺമെന്റ് LPGSൽ പ്രവർത്തിക്കുന്ന കോവിഡ് ടെസ്റ്റിംഗ് സെന്ററിൽ പലപ്പോഴും നീണ്ട ക്യൂ അനുഭവപ്പെടുകയും പരിശോധനയ്ക്കെത്തുന്നവർ കടുത്ത വെയിലിൽ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നത് പതിവായിരുന്നു. പരിശോധനയ്ക്കെത്തുന്നവരിൽ ചിലർ വെയിലിന്റെ കടുത്ത ചൂട് മൂലം കുഴഞ്ഞു വീഴുകയും ഉണ്ടായി. ഇത് ശ്രദ്ധയിൽപ്പെട്ട മൂത്തുകുന്നം യൂണിറ്റിലെ പ്രവർത്തകരാണ് പരിശോധനയ്ക്കെത്തുന്നവർക്ക് തണലൊരുക്കുവാൻ എത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS അനീഷിന്റെ നേതൃത്വത്തിലുള്ള അതിജീവന ട്രസ്റ്റ് അംഗങ്ങളും കൂടെ കൂടിയതോടെ കോവിഡ് ടെസ്റ്റിംഗ് സെന്ററിൽ തണലൊരുങ്ങി. പരിശോധനയ്ക്കെത്തുന്നവർക്ക് ചുക്കുകാപ്പിയും വിതരണം ചെയ്തുവെന്ന് ഡിവൈഎഫ്ഐ മൂത്തുകുന്നം യൂണിറ്റ് സെക്രട്ടറി MV അഞ്ജന പറഞ്ഞു. മൂത്തുകുന്നത്ത് കോവിഡ് രോഗികൾക്കുള്ള ടെസ്റ്റ് നടത്തുന്ന സ്ഥലമാണിത്. വെയിലിന്റെ ആധിക്യം മൂലവും മറ്റനേകം ആവശ്യകതകൾ കൊണ്ടും ഇവിടെ വരുന്ന ഒരുപാട് ആളുകൾ തലകറങ്ങി വീഴുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അതിനൊരു പരിഹാരം എന്നോണം മൂത്തുകുന്നത്ത് ഡിവൈഎഫ്ഐ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ ടെസ്റ്റ് നടത്താൻ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് തണലൊരുക്കുന്നതിനും അവരുടെ ദാഹം അകറ്റുന്നതിന് വേണ്ടിയിട്ട് ചുക്കുകാപ്പിയും വെള്ളവും അടക്കമുള്ള സൗകര്യങ്ങൾ നൽകുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി CP അഖിൽദേവ്, ഐശ്വര്യ സുധീർ, അർജുൻ കൃഷ്ണ, അജിൻ ആന്റണി, അദീന മുരളി, CPIM ബ്രാഞ്ച് സെക്രട്ടറി AT രാജി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ സന്നദ്ധ പ്രവർത്തനം നടന്നത്. സമദർശി ന്യൂസ് ഡെസ്കിൽ നിന്നും കാജൽ ജ്യോതിലാൽ.